മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഫ്രാഞ്ചൈസിയായ ദൃശ്യം മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകർ വലിയ ആവേശത്തിലാണ്. ദൃശ്യം 3യുടെ ടീസറിനെക്കുറിച്ചും അതിൽ അടങ്ങിയിരിക്കുന്ന സൂചനകളെക്കുറിച്ചും മൂന്നാം ഭാഗത്തെക്കുറിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു. ദൃശ്യം 3യുടെ പശ്ചാത്തലവും പ്രതീക്ഷകളും. ദൃശ്യം എന്ന സിനിമ 2013 പുറത്തിറങ്ങിയപ്പോൾ അത് മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചിരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും ഒരു കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന ബുദ്ധിപരമായ നീക്കങ്ങൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ അത്ഭുതപ്പെടുത്തി. 2021 പുറത്തിറങ്ങിയ ദൃശ്യം 2 ആ വിജയകഥ ആവർത്തിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ മൂന്നാം ഭാഗത്തിൻ്റെ ടീസർ എത്തുമ്പോൾ പ്രേക്ഷകർ പ്രധാനമായും തിരയുന്നത് ജോർജ് കുട്ടിക്ക് ഇനി എന്ത് സംഭവിക്കും എന്നതാണ്. ദൃശ്യം 3 ടീസർ ആരംഭിക്കുന്നത് വളരെ ശാന്തമായ എന്നാൽ ഭീതി ഉണർത്തുന്ന ഒരു പശ്ചാത്തല സംഗീതത്തോടെയാണ്. മുൻ ഭാഗങ്ങളിലേതുപോലെ തന്നെ ഒരു ആകാംക്ഷയും ഈ ടീസർ നിലനിർത്തുന്നു. സംവിധായകൻ ജിത്തു ജോസഫും മോഹൻലാലും വീണ്ടും ഒന്നിക്കുമ്പോൾ ഒരു മികച്ച സസ്പെൻസ് ത്രില്ലർ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. ഒരു ടീസർ വെറുമൊരു അറിയിപ്പ് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള ചില രഹസ്യ കോഡുകൾ കൂടിയാകുന്നു. കഴിഞ്ഞ 2 ഭാഗങ്ങളിലും ജോർജ് കുട്ടി പോലീസിനെ പരാജയപ്പെടുത്തിയെങ്കിലും മൂന്നാം ഭാഗത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ടീസർ സൂചന നൽകുന്നു. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സിനിമയുടെ ഗതി തന്നെ മാറ്റിയേക്കാം. ജോർജ് കുട്ടി കുഴിച്ചുമൂടിയ സത്യങ്ങൾ വീണ്ടും പുറത്തു വരുമോ? ടീസറിലെ ചില ദൃശ്യങ്ങൾ പഴയ പോലീസ് സ്റ്റേഷൻ്റെയും പരിസരത്തെയും പശ്ചാത്തലങ്ങളിലേക്ക് പോകുമോ എന്നും സംശയമാണ്. മൃതദേഹം കണ്ടെത്തിയോ ഇല്ലയോ എന്നതിനേക്കാൾ അതൊരു വലിയ കെണിയാണോ എന്നാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നതും. റാണിയും മക്കളും ഇപ്പോഴും ആ പഴയ സംഭവത്തിൻ്റെ നിഴലിൽ തന്നെയാണോ കഴിയുന്നത്? അതോ ടീസറിലെ മീനയുടെയും അൻസിബയുടെയും എസ്തറിൻ്റെയും മുഖഭാവങ്ങൾ ഭയവും ഉത്കണ്ഠയും നിറഞ്ഞതാണ്? ജോർജ് കുട്ടിക്ക് തൻ്റെ കുടുംബത്തെ ഇനിയും സംരക്ഷിക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം. ദൃശ്യം ഒരു മലയാള സിനിമ മാത്രമല്ല, അതൊരു ആഗോള ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചൈനീസ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, സിംഹള ഭാഷകളിൽ പുനർനിർമ്മിക്കപ്പെട്ട ദൃശ്യത്തിന് മൂന്നാം ഭാഗം വരുമ്പോൾ അത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും. തിരക്കഥയിലെ മാന്ത്രികൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ജിത്തു ജോസഫ് ദൃശ്യം 3 വേണ്ടി ഒരുക്കിയ ക്ലൈമാക്സ് എന്തായിരിക്കും എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഒരു കേസ് ഡയറിയുടെ അവസാന താൾ പോലെയാകും ഈ സിനിമയെന്ന് പലരും കരുതുന്നു. ദൃശ്യം 3യുടെ ടീസർ നൽകുന്ന ഏകദേശ ചിത്രം ഒരു നിഗൂഢത തന്നെ. അത് ജോർജ് കുട്ടിയുടെ വിജയമാകുമോ അതോ നിയമത്തിന് മുന്നിലുള്ള കീഴടങ്ങലാകുമോ എന്നാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത്. ടീസർ ബാക്കി വെക്കുന്ന വലിയൊരു സസ്പെൻസ് തന്നെ ഇതാണ്. തിയേറ്ററുകളിൽ സിനിമ എത്തുമ്പോൾ മാത്രമേ ഈ വലിയ പസിലിൻ്റെ അവസാന കഷ്ണം നമുക്ക് ലഭിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ത്രില്ലർ അനുഭവമായിരിക്കും മെയ് 21 വരാൻ പോകുന്ന ദൃശ്യം 3 എന്ന് ടീസർ ഉറപ്പു നൽകുന്നു.